റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. ദൈവം നിന്നോട് സംസാരിക്കുക. നിന്നെ വിടുവിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. നീ വിടുവിക്കപ്പെടേണ്ട സമയം അടുത്തിരിക്കുന്നു. നിന്റെ വിടുതൽ ദൈവം കുറിച്ചിരിക്കുന്നു. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, ഒരിക്കൽ ദൈവം നമ്മെ വിടുവിച്ചു, ഇപ്പോഴും ദൈവം നമ്മെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. മേലാലും നിനക്കൊരു വിടുതലുണ്ട്. ചിലരുടെ മനസ്സിലെ ഒരു ചോദ്യമാണ്, ആർ എന്നെ വിടുവിക്കും? ആർക്കും വിടുവിക്കാൻ വയ്യാത്ത കുരുക്കിൽ നീ അകപ്പെട്ട് കിടക്കുകയാണോ? എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. ആരോടൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടും നിനക്ക് മറുപടി കിട്ടുന്നില്ല. കർത്താവ് നിന്നോട് സംസാരിക്കുക. നിനക്ക് വേണ്ടി വിടുവിക്കുന്നവൻ എഴുന്നേൽക്കാൻ പോവുക. 68-ാം സങ്കീർത്തനം, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രു ചിതറുന്നു. പുക പതറുന്ന പോലെ അവര് പതറുന്നു, തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ ഉരുകുന്നു. കർത്താവ് എഴുന്നേറ്റാൽ ചിലതൊക്കെ ചിതറും, ചിലതൊക്കെ പതറും, ചിലതൊക്കെ ഉരുകും. ഇവിടെ ദൈവം ഉറപ്പ് തരിക, നീ കുരുങ്ങിക്കിടക്കുന്ന കേസിൽ നിന്ന്, സാമ്പത്തിക പരാജയത്തിൽ നിന്ന്, മാനസിക തകർച്ചയിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. ഇനിയും നിന്റെ വീട്ടിൽ വിടുതൽ താമസിക്കത്തില്ല. അത് വളരെ അടുത്തിരിക്കുന്നു. ചോദ്യം, ആർ വിടുവിക്കും? റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 26-ാം വാക്യം ഉറപ്പു തരുന്നു, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. നിന്നെ വിടുവിക്കേണ്ട ദൈവം നിന്റെ കാര്യത്തിൽ ഇറങ്ങും. നമുക്കൊന്നിച്ച് പറയാം, കർത്താവേ, തീച്ചൂളയുടെ നടുവിൽ 4-ാമനായി ഇറങ്ങിയവൻ, സിംഹങ്ങളുടെ നടുവിൽ ദൂതനായി ഇറങ്ങിയവൻ, യാക്കോബിന്റെ പ്രാർത്ഥനയിൽ ദൂതനായി ഇറങ്ങിയവൻ, പ്രതികൂലത്തിന്റെ നടുവിൽ കടലിന്മേൽ ഇറങ്ങിയവൻ ഇന്ന് നിന്റെ വിഷയത്തിൽ ഇറങ്ങട്ടെ. നമുക്കൊന്നിച്ച് പറയാം, കർത്താവേ, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്കൊരു വിടുതലുണ്ടെന്നും ആ വിടുതൽ സിയോനിൽ നിന്ന് വരുന്നവനിൽ നിന്നായിരിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പ് തന്ന ദൈവമേ, ഞങ്ങൾ ആ വിടുതലിനായി കാത്തിരിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നീ വിടുവിക്കപ്പെടും. ഗോഡ് ബ്ലെസ് യു.